മലപ്പുറത്ത് നിന്ന് കാണാതായ 15-കാരൻ മുഹമ്മദ് സൽമാനെ ഗോവയിൽ കണ്ടെത്തിയിട്ടും കുടുംബത്തിന് വിട്ടുകൊടുക്കുന്നില്ലെന്ന് പരാതി. പുതിയ CWC നിലവിൽ വന്നാലേ കുട്ടിയെ നൽകൂ എന്നാണ് അധികൃതരുടെ നിലപാട്. നിലവിൽ ഗോവയിലെ CWCയുടെ ഷെൽട്ടർ ഹോമിലാണ് മുഹമ്മദ് സൽമാൻ ഉള്ളത്. വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അങ്ങനെയാണ് കുടുംബം 24നോട് പറഞ്ഞത്. പ്രതികരണത്തിന് ഗോവ സ്റ്റേഷൻ എന്നാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു കുട്ടി ഇവിടെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മോൻ്റെ ആധാർ കാർഡും പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. പിന്നെ പിറ്റേന്ന് അവിടെ വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ പിറ്റേന്ന് ഇവർ പോയിട്ട് പിന്നെ രാത്രി സമയത്തായിട്ടും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച മാതിരിയല്ല. നേരെ ഒരു ലൊക്കേഷൻ കൊടുത്തത് കുട്ടീനെ മാറ്റിയ ഷട്ടറിലേക്കാണ്. അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് കോടതി പോയിട്ട് പിന്നെ ജഡ്ജിൻ്റെ ഒപ്പ് കാര്യങ്ങൾ വേണമെന്ന്. അവിടെ നിന്ന് കോടതി പോയപ്പം ജഡ്ജിനെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് ശരിയാവില്ല, ഓർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പിന്നെ അവിടെ നിന്നുകൊണ്ട് ആരൊക്കെ വിളിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ജഡ്ജിനും വക്കീലിനെയും പിന്നെ ഏതൊക്കെ നേതാക്കന്മാരെയൊക്കെ പോലീസുകാരിലൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കൈമലർത്താണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. സമീർ ബിൻ കരീം മലപ്പുറം ചെയ്തു. സമീർ, കാണാതായവരെ കണ്ടെത്തുക എന്നത് ചിലപ്പോൾ പ്രതിസന്ധി ആകാറുണ്ട്. ഇതിപ്പോൾ 15-കാരനെ കണ്ടെത്തിയിട്ടും വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അവസ്ഥയാണ്. പറയുന്നതാവട്ടെ വിചിത്ര ന്യായീകരണം. അവിടുത്തെ CWC പിരിച്ചുവിട്ടതുകൊണ്ട് ഈ കുടുംബം എന്തിനനുഭവിക്കണം? വിവരങ്ങൾ. സുഹൈല്, ഈ മാസം 19-നാണ് മുഹമ്മദ് സൽമാൻ എന്ന് പറയുന്ന 15-കാരനെ കാണാതാകുന്നത്. തുടർന്ന് 23-ാം തീയതി രാത്രി ഗോവയിൽ കണ്ടെത്തിയതായി ഗോവൻ പോലീസ് തന്നെയാണ് ഈ കുടുംബത്തെ വിളിച്ച് അറിയിക്കുകയും ചെയ്തത്. അതിന് പിന്നാലെ പരപ്പനങ്ങാടി പോലീസും കുട്ടിയുടെ പിതാവും മറ്റുള്ള ബന്ധുക്കളും ചേർന്ന് 25-ാം തീയതി തന്നെ ഗോവയിൽ എത്തുകയുണ്ടായി. തുടർന്ന് ഈ CWCയെ പോലീസിനെയും ബന്ധപ്പെട്ടെങ്കിലും അവർ നിലവിൽ കുട്ടി CWCയുടെ ഷെൽട്ടറിലാണെന്നും കുട്ടിയെ തങ്ങൾക്ക് കാണാൻ പോലും അനുമതിയില്ല എന്നുള്ളതുമാണ് ഈ CWCയുമായി ബന്ധപ്പെട്ട ആളുകൾ കുടുംബത്തെ അറിയിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് CWCയുടെ അവിടുത്തെ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. പുതിയ കമ്മിറ്റി നിലവിൽ വന്നാൽ മാത്രമേ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിലവിൽ കുടുംബത്തെ ഈ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നാണ് CWCയുടെ പുതിയ കമ്മിറ്റി നിലവിൽ വരിക എന്നുള്ള കാര്യത്തിലും തന്നെ ഇതുവരെ ഒരു വ്യക്തത ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സംഭവവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഇടപെടൽ വേണമെന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ കുട്ടിയെ കയ്യെത്താ ദൂരത്ത് എത്തിയിട്ട് പോലും കാണാൻ പോലും കഴിയാത്തൊരവസ്ഥ എന്നുള്ളത് ഏറെ ദയനീയമാണ്. വിഷയത്തിൽ സ്ഥലം MLA P അബ്ദുൽ ഹമീദ് മാസ്റ്ററും ഒപ്പം തന്നെ സ്ഥലം MP ET മുഹമ്മദ് ബഷീറും ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇവർ വ്യക്തമാക്കുന്നത്. സുഹൈൽ, ശരി. ഗോവൻ സർക്കാരിന്റെ സാങ്കേതികത്വത്തിൽ 15-കാരന്റെ കുടുംബം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്.